എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ മലയാറ്റൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 3 വർഷമായിട്ട് ജർമ്മനിക്ക് പോകാൻ ട്രൈ ചെയ്യാണ്. ഇതുവരെയായിട്ട് എപ്പോഴും തടസ്സങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 2024 മാർച്ച് 3-ാം തീയതി അമ്മ പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച് 18-ാം തീയതി ഞാൻ എക്സാമിന് പോയി. ഞാനൊരു സബ്ജക്റ്റ് പാസ്സായി. പിന്നെ എനിക്കത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉടമ്പടി റൂൾസൊന്നും അങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. പിന്നീടായപ്പോൾ എനിക്ക് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടില്ല. പൈസ കൊടുക്കും, പൈസ എന്നിട്ട് അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് റീഫണ്ട് ചെയ്യും, അല്ലാതെ എനിക്ക് ഡേറ്റ് കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരുമിച്ച് വന്ന് ജൂലൈ മാസം വീണ്ടും ഉടമ്പടി ഞാൻ പുതുക്കുകയും അമ്മ പുതിയ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 3 എക്സാമിന് എനിക്ക് ഡേറ്റ് അടുപ്പിച്ച് കിട്ടി. ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് വീണ്ടും 2 വിഷയം കൂടെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജനുവരി 2-ാം തീയതി എപ്പോഴും ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ തൈലവും ഉപ്പും കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ വിതറിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതാറ്. അങ്ങനെ എക്സാം കിട്ടിക്കഴിഞ്ഞ് ഞാനൊരു ഏജൻസിയുടെ കയ്യിൽ എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി കൊടുത്തു. പക്ഷേ അവരെ വിളിക്കുമ്പോൾ അവർ അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും അങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വേറൊരു ഏജൻസിയുടെ കയ്യിൽ കൊടുത്തു. അവരെനിക്ക് ഇൻ്റർവ്യൂ തന്നു. ആദ്യത്തെ മോക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. 2ാമത് മെയിൻ ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് നല്ല പാടായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ പാസ്സാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പിന്നെ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് 2ാമതൊരു ചാൻസ് തരാമെന്നാണ് സ്കൂളുകാർ പറഞ്ഞത്. നാളെ 6 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ പിറ്റേ ദിവസം 6 മണിയായപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡിയായിരുന്നു. പക്ഷെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് വീണ്ടും കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് ഞാൻ കണ്ടത്. എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പാസ്സായതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഫോണിലും ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. പിന്നെ എൻ്റെ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റിൽ എനിക്ക് പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു വിസയ്ക്ക് വെക്കുമ്പോൾ അതൊക്കെ പ്രശ്നമായിരിക്കും, എന്തായാലും റിജക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് അതും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഡോക്യുമെൻറ്റ്സിലെല്ലാം തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി. ഇന്നലെ എനിക്ക് എൻ്റെ വിസ ഒരു റിജക്ഷനും ഇല്ലാതെ വന്നു. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റായിട്ട് ഞങ്ങളുടെ കാറ് ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോയി ഇടിച്ചിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആൾക്കൊന്നും പറ്റിയില്ലെങ്കിലും ആളെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, ഒരു കുഴപ്പമില്ലയെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നടുവിന് നല്ല വേദനയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കെയർ ഒക്കെ കൊടുത്തോണ്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പൈസയും ഇല്ല, പിന്നെ നമുക്ക് നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു ക്ലെയിമിന് പോവാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ക്ലെയിമിന് പോകുമ്പോൾ ഇവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൈസ ഒന്നും കിട്ടില്ല എന്ന് ഇവർ അറിഞ്ഞുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ അവർ ക്ലെയിമിന് പോകാമെന്ന് പറഞ്ഞു. അവിടെ ഒത്തുതീർപ്പിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമില്ല, പൈസയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവർ 3-ാമത്തെ ദിവസം അമ്മയുടെ പേരിലുള്ള കേസ് മാറ്റി എൻ്റെ പേരിൽ അവർ വീണ്ടും 2ാമത് കേസ് കൊടുത്തു. എനിക്ക് ലൈസൻസ് ഇല്ല, അതുപോലെ ഞാൻ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടി വന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് 3-ാം ദിവസം കേസ് വീണ്ടും അമ്മയുടെ പേരിലായി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങളെപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ബൈബിൾ 3 അധ്യായം വെച്ച് വായിക്കുമായിരുന്നു. പേപ്പറും ഞങ്ങളെല്ലായിടത്തും കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ച അമ്മ മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. ഞാനാണ് കാർ ഓടിച്ചിരുന്നത്. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിൽ. വെയിറ്റിംഗ് ഷെഡിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിറയെ ജനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ
ആ വണ്ടി കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനോട്, അമ്മ മാതാവെ ഒരാൾക്കൊരു അപകടം പറ്റാണ്ട് രക്ഷിക്കണേന്ന് മാത്രമേ പ്രാർത്ഥിച്ചേ. എൻ്റെ മോളും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാൾക്ക് ഒരു അപകടം പറ്റാണ്ട് വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു പില്ലറിൽ പോയി വണ്ടി ഇടിച്ചു. അപ്പോൾ അവിടെ മോളുടെ കയ്യിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നീര് വെച്ചായിരുന്നു. ഞങ്ങൾ കാറ് കണ്ട നല്ല അപകടം പറ്റിയ മാതിരി കാറ് പൂർണ്ണമായിട്ടും തകർന്നു. എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മേത്ത് മുട്ടിയൊന്നുമില്ല. പക്ഷെ ആ കുട്ടി നീങ്ങിപ്പോയപ്പോൾ ആ കുട്ടിയുടെ കാല് ചെന്ന് ആ പില്ലറിൽ ഇടിച്ചായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മോളെയും കാണിക്കണമായിരുന്നു. 3 ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി. ആ കുട്ടിയെ എക്സ്റേ എടുപ്പിച്ചു, എല്ലാം ചെയ്തു. അവർ കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്താണ്. അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, കാശായിട്ട് എന്തെങ്കിലും വേണം, ഞങ്ങൾ കേസിനൊന്നും പോകണില്ല, പക്ഷേ ഇങ്ങനെ തരണം. നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക, രാത്രി പകലെന്നില്ലാണ്ട്. എനിക്ക് ഒരു മനസ്സമാധാനം തരാത്ത വിധത്തിൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും CCTV ഇല്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പോലും CCTV ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് ആദ്യം എൻ്റെ പേരിൽ കൊടുത്തു. അതിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മോൾക്ക് ലൈസൻസ് ഇല്ല, അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, പിന്നെ അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കണം. അപ്പം നമുക്ക് പേപ്പർ വർക്കെല്ലാം തുടങ്ങിയേക്കണമെന്നൊക്കെ അവർ അന്വേഷിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വേഗം ആ കേസ് മോളുടെ പേരിലേക്ക് മാറ്റി. അപ്പം നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യും എന്നുള്ളൊരിതിൽ അപ്പോൾ CCTV ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, കാരണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരുന്നത് അമ്മ മാതാവിൻ്റെ ഫോട്ടോ ആണ്. ഞാൻ പറഞ്ഞു വേറെ ആരുമില്ല ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട്, നീ തന്നെ വേണം മാതാവേ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് രക്ഷിക്കാനായിട്ട്. നീ ഉണ്ടായാൽ നീ സാക്ഷി പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറേ ദിവസം അതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് നടന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും വിളിക്കുകയാണ്. കൊച്ചിന് PCCക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം, ഒന്നിനും പറ്റാണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് മൊഴി കൊടുത്തു. മോളെ രണ്ടാമത് അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് കഴിഞ്ഞ് മോളെയും കൊണ്ട് പോയി മോൾക്കടെ മൊഴി എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ മാധവൻ്റെ ഒറ്റ കരുണ കൊണ്ട് മാത്രമാണ്, അമ്മയുടെ സാക്ഷ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ മോളെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും ആ പോലീസുകാർ ഇവൾക്കടെ എതിരെ കേസ് എടുക്കാണ്ട് എൻ്റെ പേരിലേക്ക് തന്നെ ആ കേസ് മാറ്റി എനിക്ക് ആ കേസിൽ നിന്ന് എൻ്റെ മോളെ ഒഴിവാക്കിയതും അതിനുശേഷമാണ് ഞങ്ങൾക്ക് മെഡിക്കലിന് പോകാനും PCCക്ക് പോകാനും എല്ലാം തന്ന അമ്മ മാതാവ് സഹായിച്ചത്. അങ്ങനെ പല അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മോൾക്കടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. മോൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ പാസ്സായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായിരുന്നു. ആ സമയത്ത് മോള് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴും പരീക്ഷയ്ക്ക് കയറുമ്പോഴെല്ലാം ഞാൻ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട്, അമ്മ മാതാവേ നീ മാത്രമേ ഉള്ളൂ കൂടെ, നീ അവൾക്ക് കൂട്ടിനുണ്ടാവണേ, അവൾക്ക് വേണ്ടി നീ സംസാരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങണ വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ കൊച്ചിൻ്റെ കയ്യിന് ഫ്രാക്ചർ ആയിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഇവൾ കൈ കാണാതിരിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കാണും ഇനി എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ടേന്ന് വെച്ച്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം ഏജൻസിക്കാർ വിളിച്ച് ഇവളോട് പറയാം, നീ എന്തിനും നോക്കി പറഞ്ഞു എന്ന് മാതിരി ഉള്ള രീതിയിൽ അവർ സംസാരിച്ചു, ജർമ്മൻകാർ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു ഇല്ല ഞാൻ ഒന്നിലും നോക്കിയല്ല സംസാരിച്ചതെന്ന് പറഞ്ഞു. അവർ വീണ്ടും ഇൻ്റർവ്യൂ വയ്ക്കണം എന്ന് പറഞ്ഞു. ഞാനും മോളും നന്നായി തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഇൻ്റർവ്യൂവിന് പാസ്സാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇവൾക്ക് വീണ്ടും അവർ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഡേറ്റിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു, ആ സമയം മൊത്തം നോക്കിയിരുന്നു. മോള് ഡേറ്റിന് സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ഞാനും അപ്പുറത്തെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അന്ന് ഇൻ്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇന്ന് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു മോൾ ധൈര്യമായിട്ടിരുന്നു, അമ്മ മാതാവ് മോളെ പാസ്സാക്കാണ്ടിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൊച്ചിന് മെയിൽ വന്നു, ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഞാൻ അച്ഛൻ്റെ എല്ലാ ദിവസത്തെയും രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ്സ് കൂടാറുണ്ട്. അച്ഛൻ്റെ ഒരു ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ്സിൽ ഇന്ന് നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ദിവസമാണ് എൻ്റെ മോള് എല്ലാ വിഷയത്തിലും പാസ്സായി എന്നുള്ള ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വരാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല, ശരിക്കും 2-3 ദിവസവും കൂടി സമയം ഉണ്ടായിരുന്നു ആ റിസൾട്ട് വരാൻ.
പക്ഷെ അന്നാണ് എനിക്ക് ആ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് 3 വർഷമായിട്ട് എൻ്റെ മോൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു. മറ്റുള്ള എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിന് തന്നെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നോക്കിക്കൂടെ? എന്തിനാ ഈ ജർമ്മൻ തന്നെ? പക്ഷെ മോൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അവൾക്ക് ജർമ്മനിക്ക് തന്നെ പോകണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വിശ്വാസമായിരുന്നു കൊച്ചിന്. ഞാനും കൊച്ചിനോട് പറഞ്ഞു, വീട്ടിൽ നിന്നായാലും എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തുടങ്ങി, ഇനി വേണ്ട വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത് തന്നെ കൊച്ചിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോളും നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് അവസാനം ഞങ്ങൾക്ക് ഈ വലിയൊരു വിജയം കൊടുത്ത് എൻ്റെ മോളെ സഹായിച്ചു.